ഏറ്റവും ശക്തം. നിശബ്ദതയിൽ തുടരുന്നിടത്തോളം അതിനെ തകർക്കാൻ യാതൊരു പ്രതികൂലങ്ങൾക്കും സാധ്യമല്ല. ആന്തരിക നിശബ്ദതയുള്ളവർക്ക് തന്നെയാണ് ദൈവവുമായി ഏറെ ഐക്യപ്പെടാൻ കഴിവുണ്ടാകുന്നത്. കരുണ നിറഞ്ഞ ഈശോയെ, മറ്റുള്ളവർ എന്നെ അന്യായമായി വിധിക്കുമ്പോൾ അതിനെ സമചിത്തതയോടെ സ്വീകരിക്കാൻ എന്നെ സഹായിക്കണമേ. ചുറ്റുമുള്ളവരിൽ അങ്ങയെ കാണാനും അവരെ ഒരിക്കലും വിധിക്കാതിരിക്കാനും എനിക്ക് ഇടയാകാതിരിക്കട്ടെ. ഞങ്ങൾക്കായി പീഡകൾ സഹിച്ച ഈശോനാഥ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. രണ്ടാം സ്ഥലം, ഈശോ മിശിഹ കുരിശ് ചുമക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ രക്ഷിച്ചു. പീലാത്തോസ് യേശുവിനെ ചമ്മട്ടികൊണ്ട് അടുപ്പിച്ചു. ഒരു മുൾക്കിരീടമുണ്ടാക്കി അവൻ്റെ തലയിൽ വെച്ചു. ഒരു ചുമന്ന മേലങ്കി അവനെ അണിയിച്ചു. അവൻ്റെ അടുക്കൽ വന്ന് യഹൂദരുടെ രാജാവെ സ്വസ്തി എന്ന് പറഞ്ഞുകൊണ്ട് അവനെ പ്രഹരിച്ചു. പീലാത്തോസ് വീണ്ടും പുറത്തു വന്ന് അവരോട് പറഞ്ഞു, ഒരു കുറ്റവും ഞാൻ അവനിൽ കാണുന്നില്ല എന്ന് നിങ്ങളെ അറിയിക്കാൻ ഇതാ അവനെ നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നു. മുൾക്കിരീടവും ചുവന്ന മേലങ്കിയും ധരിച്ച യേശു പുറത്തേക്ക് വന്നു. അപ്പോൾ പീലാത്തോസ് അവരോട് പറഞ്ഞു, ഇതാ ആ മനുഷ്യൻ. അവനെ കണ്ടപ്പോൾ പുരോഹിത പ്രമുഖന്മാരും സേവകരും വിളിച്ചു പറഞ്ഞു, അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക. പീലാത്തോസ് പറഞ്ഞു, നിങ്ങൾ തന്നെ അവനെ കൊണ്ടുപോയി ക്രൂശിച്ചുകൊള്ളുവിൻ. എന്തെന്നാൽ ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. നീ സഹനങ്ങളെ ഒരിക്കലും ഭയപ്പെടരുത്, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സഹനങ്ങളെ നീ എത്രത്തോളം ഇഷ്ടപ്പെട്ട് സ്വീകരിക്കുന്നുവോ അത്രയും വിശദമായിരിക്കും നിനക്ക് എന്നോടുള്ള സ്നേഹവും. ദൈനംദിന ജീവിതത്തിൽ നേരിടുന്ന എല്ലാ സഹനങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. ജീവിത പ്രതിസന്ധികൾ, എൻ്റെ പ്രയത്നങ്ങൾക്കുണ്ടാകുന്ന തടസ്സങ്ങൾ, മറ്റുള്ളവർക്കൊപ്പം ജീവിക്കുമ്പോഴുണ്ടാകുന്ന പ്രയാസം, എൻ്റെ ഉദ്ദേശ്യങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുന്ന അവസ്ഥ, മറ്റുള്ളവരാലുള്ള നിന്ദിക്കപ്പെടൽ, എന്നോടുള്ള പരുഷമായ പെരുമാറ്റം, ഇവയ്ക്കെല്ലാം ഈശോയെ നന്ദി. തെറ്റിദ്ധാരണകൾക്കും ആരോഗ്യമില്ലായ്മകൾക്കും ബലഹീനതകൾക്കും കർത്താവെ ഞാൻ നന്ദി പറയുന്നു. സ്വയം ചെറുതാകുന്ന അനുഭവത്തിലും എല്ലാ മേഖലകളിലും അംഗീകാരം നിഷേധിക്കപ്പെടുന്നതിലും എൻ്റെ എല്ലാ പദ്ധതികളും തകർന്നടിയുമ്പോഴും ഈശോയെ നിനക്ക് നന്ദി. കരുണ നിറഞ്ഞ ഈശോയെ, ജീവിതത്തിലെ കഷ്ടപ്പാടുകളുടെയും രോഗങ്ങളുടെയും മൂല്യം തിരിച്ചറിയാൻ എന്നെ പഠിപ്പിക്കണമേ. അനുദിന ജീവിതത്തിലെ കുരിശുകൾ സ്നേഹത്തോടെ വഹിക്കാനും എന്നെ പരിശീലിപ്പിച്ചാലും. ഞങ്ങൾക്ക്